ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏലിയാസ് ലീവ മൂശാകാലത്തിൻ്റെ മൂശാകാലം 4-ാം ഞായറിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് വിചിന്തനത്തിന് വേണ്ടി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിൽ പലവിധ ചോദ്യശരങ്ങളാൽ ഈശോയെ പരീക്ഷിക്കുന്ന സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടായ്മയുടെ ഒത്തുചേരലാണ് നമ്മൾ കാണുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി ഫരിസേയരും ഹെറോദസ് പക്ഷക്കാരും ഈശോയെ സമീപിക്കുകയാണ്. 22-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 33 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി സദുക്കായർ ഈശോയെ സമീപിക്കുകയാണ്. 22-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ സുപ്രധാനമായ കൽപ്പന ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു നിയമപണ്ഡിതൻ ഈശോയെ സമീപിക്കുന്നു. അതിനുശേഷം വരുന്ന വചനഭാഗത്ത് യേശു അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും കൃത്യമായ ഉത്തരവിവരണത്തിലൂടെ അവരെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നു. ഇന്നത്തെ വായനയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ വാക്കുകളിൽ കൊടുക്കാനും യേശുവിനെ മനുഷ്യരിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടിയുള്ള ദുരുദ്ദേശത്തോടുകൂടെ കടന്നു വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുക. അവരുടെ ചോദ്യത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. സദുക്കായർ പുനരുത്ഥാനത്തെക്കുറിച്ച് സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഈശോയോട് ചോദ്യം ചോദിക്കുന്നത്. യഹൂദ മതത്തിലെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളാണ് ഫരിസേയരും സദുക്കായരും. ജെറുസലേം ദേവാലയത്തിൻ്റെ ആദ്യ തകർച്ചയ്ക്ക് ശേഷം BC 597 വളർന്നു വന്ന ഒരു സംഘമാണ് സദുക്കായർ. പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ പുരോഹിതനായിരുന്ന സാദോക്കിൻ്റെ പിൻതലമുറക്കാരാണ് സദുക്കായർ. 1 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എലയാസറിൻ്റെ സന്തതി പരമ്പര വിവരിക്കുന്ന ഭാഗത്ത് സാദോക്കിനെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. സദുക്കായർ വിധിയിൽ വിശ്വസിച്ചിരുന്നില്ല. ആത്മാവിൻ്റെ അനശ്വരതയിലും ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള സ്വർഗീയ ജീവിതത്തെയും അവർ അംഗീകരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. മനുഷ്യൻ മരിക്കുന്നതോടെ ആത്മാവ് നശിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പുനരുത്ഥാനമില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ സദുക്കായർ ഈശോയുടെ മുമ്പിൽ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പുനരുത്ഥാനമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈശോയുടെ സന്നിധിയിൽ വന്ന് പുനരുത്ഥാനത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ ഗൂഢാലോചനയും ദുരുദ്ദേശ്യവും എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചവരെല്ലാം മരണമടയുകയും അവളും മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ള ഒരു സംശയത്തിൻ്റെ ചോദ്യം ഈശോയുടെ മുമ്പിലേക്ക് അവർ വെച്ച് നീട്ടുമ്പോൾ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്ത അവർ അത് ചോദിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പരിഹാസത്തിൻ്റെ ചുവയുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോ വളരെ വ്യക്തമായി അവർക്ക് ഉത്തരം കൊടുക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളിലുള്ള അറിവില്ലായ്മയും അജ്ഞതയുമാണ് നിങ്ങളെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ഈശോ വിവരിക്കുകയാണ്. പുനരുത്ഥാനമുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ എന്താണെന്നും ഈശോ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ലോകത്തിന് മുൻപിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും പുനരുത്ഥാനമില്ല എന്ന ചിന്തയിൽ ജീവിക്കുകയും
ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിൽ അകപ്പെട്ടു പോവുകയും ലഹരി വസ്തുക്കൾ കടിപ്പെട്ടു പോവുകയും ഈ ലോകം വെച്ച് നീട്ടുന്ന സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന പല വിധത്തിലുള്ള മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു എന്ന് വിചാരിക്കുന്ന പലതരത്തിലുള്ള വസ്തുക്കളുടെയും വ്യക്തികളുടെയും ഒക്കെ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഒക്കെ പുറകെ പോവുകയും അവസാനം ഉത്തരം കിട്ടാതെ നിരാശയിലകപ്പെട്ട് ജീവിതം നരകമായി തീർന്നുകൊണ്ട് ജീവിക്കുന്ന സഹോദരങ്ങളുടെ വേദനിക്കുന്ന ജീവിത അനുഭവങ്ങളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഈ നിരാശയുടെ മൂർധന്യത്തിലെത്തി ആത്മഹത്യയിലേക്ക് പോലും ചെന്നുപെടുന്നു. ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവം നമുക്ക് വെച്ച് നീട്ടുന്ന മനോഹരമായ സ്വർഗീയ ജീവിതമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നിരാശ നമ്മെ പടുകുഴിയിലേക്ക്, പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശ നശിച്ചു പോകുന്ന നരക ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ മരണത്തിൻ്റെ കവാടത്തിനപ്പുറം നിത്യമായ ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഇന്നിൽ ദൈവത്തോടുകൂടി മനോഹരമായ ജീവിത സാഹചര്യങ്ങളെ പടുത്തുയർത്തി സമാധാനപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടെ അവർ ജീവിക്കുന്നു. പ്രശസ്തനായ പോൾ ട്രില്ലിക് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: കാലത്തിൻ്റെ നശീകരണ ശക്തിയെ അതിലംഘിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ അദ്ദേഹം വിളിക്കുന്ന പേര് നിത്യത എന്നാണ്. അതായത് മനുഷ്യൻ്റെ മരണത്തോടെ അവൻ ഇല്ലാതാകുന്നു, ശരീരം ജീർണിച്ചില്ലാതാകുന്നു എന്ന യാഥാർത്ഥ്യത്തിനപ്പുറം അവൻ്റെ ആത്മാവ് ആയിത്തീരുന്ന, എത്തിച്ചേരുന്ന രഹസ്യാത്മകമായ ഒരു യാഥാർത്ഥ്യമാണ് നിത്യത എന്നത്. പോർച്ചുഗലിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു മനുഷ്യന് ഒരു മാറാരോഗം പിടിപെടുന്നു. ഡോക്ടർമാർ വിധിയെഴുതി ഇനി അധികം കാലം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല, ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ഇത് തിരിച്ചറിഞ്ഞ ഈ മനുഷ്യൻ നിരാശനായില്ല. കാരണം ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു സ്വർഗീയമായ ജീവിതമുണ്ടെന്നും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ മനുഷ്യൻ സന്തോഷത്തോടുകൂടെ തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. നഗരത്തിലെ തൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ഗ്രാമത്തിലെ തൻ്റെ പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഭവനത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. അതിനുശേഷം അദ്ദേഹം പ്രകൃതിയെ ആസ്വദിക്കാനായി തുടങ്ങി. നിത്യമായ സ്വർഗ ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്: ഞാൻ നദിയെയും പർവ്വതത്തെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ വീക്ഷിക്കുകയായിരുന്നു. നദികൾ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പർവ്വതങ്ങൾ തലയുയർത്തി നിൽക്കുന്നു, സൂര്യൻ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു, സായാഹ്നമാകുമ്പോൾ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: ഞാൻ നദിയോട് പറഞ്ഞു, നീ ഒഴുകി ഇല്ലാതാകുമ്പോഴും ഞാൻ ജീവിച്ചിരിക്കും. പർവ്വതങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു കാലത്ത് കൂപ്പുകുത്തി നശിച്ചു പോകുമ്പോഴും ഞാനുണ്ടാകും. നക്ഷത്രങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹേ നക്ഷത്രങ്ങളെ, പ്രപഞ്ചം ശിഥിലമാകുമ്പോഴും ഞാൻ നിത്യമായി ജീവിക്കും. കാരണം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും. നിത്യതയുടെ ആസ്വാദനത്തിൽ ഞാൻ ജീവിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, എൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥയിലും വേദനകളിലും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല, മറിച്ച് പ്രത്യാശയാണ്. സ്നേഹമുള്ളവരെ, നാം നേടിയെടുക്കുന്ന ഡിഗ്രികളും നാം സമ്പാദിച്ചു കൂട്ടുന്ന സ്വത്തുക്കളും നാം നട്ടുവളർത്തുന്ന വൃക്ഷങ്ങളും നാം ഓടിപിടിപ്പിക്കുന്ന ഭവനങ്ങളും നമ്മൾ കെട്ടിപ്പടുത്തുയർത്തുന്ന കെട്ടിടങ്ങളും നാം എഴുതുന്ന പുസ്തകങ്ങളും നമ്മൾ കെട്ടിപ്പടുക്കുന്ന പ്രശസ്തിയും പേരും എല്ലാം, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാഹാത്മ്യമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ജീവിതത്തിലൂടെ ജീവിച്ച് തീർക്കാനായി പരിശ്രമിക്കുമ്പോൾ ഇതെല്ലാം
നശ്വരമാണെന്നും അനശ്വരമായ ഒരു സമ്മാനം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവ് നമ്മളെ കൂടുതൽ എളിമപ്പെടുത്തട്ടെ. ഗ്രീക്ക് നാടകകൃത്തായ യൂറിപ്പിഡിസിൻ്റെ അൽസെസ്റ്റിസ് എന്ന നാടകത്തിൻ്റെ മുഖ്യ പ്രമേയം ഇങ്ങനെയാണ്. അദ്മേത്തൂസ് തെസ്സല എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽസെസ്റ്റിസ്. അദ്ദേഹത്തിനൊരു ദർശനമുണ്ടാവുകയാണ്. തൻ്റെ മരണസമയം അടുത്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താൻ മരിക്കും. അദ്ദേഹം അതീവ ദുഃഖിതനായി. എന്നാൽ അപ്പോളോ ദേവൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ അദ്ദേഹത്തിനൊരു വരം ലഭിക്കുകയാണ്. രാജാവിന് പകരമായി ആരെങ്കിലും മരിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടിക്കിട്ടും. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ പ്രായമായ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഈ ആവശ്യവുമായി ചെല്ലുകയാണ്. നിങ്ങളിൽ ഒരാൾ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായാൽ എനിക്ക് ഇനിയും കൂടുതൽ കാലം ജീവിക്കാം. പക്ഷേ പടുവൃദ്ധരായ ആ മാതാപിതാക്കൾ തൻ്റെ മകൻ്റെ ആവശ്യത്തെ നിരാകരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ മരിക്കാൻ ഭയമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ മരിക്കാൻ താല്പര്യമില്ല, ഇനിയും കൂടുതൽ കാലം ജീവിക്കണം. അങ്ങനെ തൻ്റെ മാതാപിതാക്കൾ, മരണത്തെ കാത്ത് കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾ പോലും തൻ്റെ ആവശ്യത്തെ നിരാകരിച്ചല്ലോ എന്നുള്ള വിഷമത്തോടുകൂടെ രാജാവ് അവരുമായുള്ള സ്നേഹബന്ധം എല്ലാം വിച്ഛേദിച്ച് തൻ്റെ സഹോദരങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഇറങ്ങിച്ചെല്ലുകയാണ്. പക്ഷേ ഈ ആവശ്യം കേട്ടവരെല്ലാം പതുക്കെ പതുക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. അദ്ദേഹം വളരെ നിരാശനായി. അവസാനം അദ്ദേഹം തൻ്റെ ഭാര്യയുടെ അടുത്തെത്തുകയാണ്. ഭാര്യയോട് ഈ ആവശ്യം പറയുകയും അവൾ അത് അംഗീകരിക്കുകയും ചെയ്തു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ രാജാവിന് വേണ്ടി അവൻ്റെ ഭാര്യ അൽസെസ്റ്റിസ് കണ്ണീരോടും ദുഃഖത്തോടും കൂടെ തൻ്റെ മക്കളോടും ഭർത്താവിനോടും വിട പറഞ്ഞ് ഈ ലോകത്തിൽ നിന്നും യാത്രയായി എന്ന് കഥ പറഞ്ഞു വയ്ക്കുകയാണ്. അതിനുശേഷം കഥാകൃത്ത് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: വൃദ്ധരായവർക്കും യുവാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും മരണത്തെ ഭയമാണ്. കാരണം ഈ ലോക ജീവിതത്തിന് ശേഷം പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശയേകുന്ന സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം അനുഭവിക്കാൻ ഈ ഭൂമിയിൽ സാധിക്കാതെ പോകുന്നതുകൊണ്ടും തങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന വാസസ്ഥലത്തേക്ക് സന്തോഷത്തോടുകൂടി എത്തിച്ചേരുവാനുള്ള പ്രതീക്ഷ നശിച്ചു പോകുന്നത് കൊണ്ടുമാണ് ഇത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗർഭപാത്രത്തിലെ ശിശു അമ്മയുടെ ഉദരത്തിലെ സുരക്ഷിതത്വവും സുഖവും വിട്ട് ഈ ഭൂമിയിലേക്ക് വരാൻ മടിക്കുന്നു. കാരണം പരുപരുത്തതും അസുഖകരവുമായ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. അതുകൊണ്ട് സാഹിത്യപരമായി ഇങ്ങനെ പറഞ്ഞു വയ്ക്കാറുണ്ട്: ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അസുഖകരമായ ചില അനുഭവങ്ങളാണ് അവനെ കരയിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവൻ ജനിക്കുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൻ്റെ വശ്യതയും സൗന്ദര്യവും സന്തോഷവുമെല്ലാം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈ ലോകത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ കുഞ്ഞുങ്ങളും. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതത്തിന് ശേഷം ഈ ലോകത്തിൻ്റെ വശ്യതയും സൗന്ദര്യവും സുഖവുമെല്ലാം അനുഭവിച്ചതിന് ശേഷം സ്വർഗീയ ജീവിതം വച്ചു നീട്ടുന്ന ഏറ്റവും ആനന്ദകരമായ ഒരു പുതിയ ജീവിതത്തിലേക്ക്, ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു വെച്ചത്: ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായി പോകുന്നു, സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന്. ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ, ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ സ്വർഗീയ ആസ്വാദനത്തെക്കുറിച്ച് സ്വപ്നം കാണുവാനും അത് ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ അത് ആസ്വദിക്കുവാനും അതിനുശേഷം സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് യാത്രയാകാനും ജീവിതത്തെ ക്രമീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി മറ്റുള്ളവരെ
പ്രതീക്ഷ നൽകിക്കൊണ്ട്, പ്രത്യാശ നൽകിക്കൊണ്ട്, ക്രിസ്തുവിലുള്ള ജീവിതത്തെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടും ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, അതിലുപരിയായി കൂടുതൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാം. ജീവിതത്തെ നമുക്ക് പടുത്തുയർത്താം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.